ഉമ്മദ ലീഗിൻ്റെ മായിനാജിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയും അവിടുന്ന് സംസാരിക്കുന്നതും നമ്മൾ ചോദിക്കേണ്ട ഉമ്മക്കൊരു ബുദ്ധിമുട്ടല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല കേട്ടോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെ NH-66 മുകളിലല്ല ഉള്ളത്, നമ്മുടെ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം ഖാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. പൈസൻ്റെ കാര്യങ്ങളും ഇവിടുന്ന് നമുക്ക് കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടാളിട്ടോ. തറവാട്ട് വീടാണിത്. അപ്പോൾ ഇവരുടെ വേറൊരു മകൻ്റെ വീടാട്ടത്. അവിടെയാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. ആ വേറൊരു മകൻ എന്ന് പറഞ്ഞിട്ട് അവർ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. വീടൊന്നും നോക്കണ്ട നിങ്ങൾ. എന്ത് വലിയ വീടായാലും കൂട്ടിയാലും 34 കോടി കൂട്ടിയാൽ കൂടില്ലല്ലോ. അപ്പോൾ ഇവിടെ ആയിരുന്നു കേട്ടോ അവരുടെ കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ. അപ്പോൾ നമ്മുടെ ഇപ്പം ഒരു നേതാവ് ഇപ്പോൾ അവിടെ വന്നിരുന്നു, മുസ്ലിം ലീഗിൻ്റെ മായിൻഹാജി അവരുകൾ ഇവിടെ വന്നിരുന്നു. അവർ ഉമ്മയായിട്ട് സംസാരിച്ചു. അവരുടെ വീഡിയോ ഇതിൽ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അവരുടെ സംസാരമൊന്നുമില്ല, ഞാനും ഉമ്മയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ. ഉമ്മയായിട്ട് സംസാരിക്കാൻ കഴിയില്ല, എന്ത് സ്ഥലക്കും ജനങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്തിട്ട് തൽക്കാലം ഒന്ന് കണ്ടുപോകാന്നുള്ളൂ. ജനങ്ങളെ ഇപ്പോൾ അവിടെയൊക്കെ ആളുകൾ നോക്കിയിട്ടൊക്കെ അങ്ങോട്ട് ഉള്ളോട്ട് കയറ്റണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ 34 കോടി ഏകദേശം പിരിപ്പിച്ച് കഴിഞ്ഞു എന്നാട്ടോ ഇവർ പറയുന്നത്. 34 കോടി കഴിഞ്ഞിട്ടുണ്ട്. 30 കോടി 10 ലക്ഷത്തിൽ ഇവർ ഫണ്ട് ക്ലോസ് ചെയ്തു. പിന്നെ ബാക്കി പൈസ ഓൺ ദ വേല ഉണ്ടെന്ന് പറഞ്ഞത് ഉള്ളതുകൊണ്ടാണ് അവരിത് അപ്പം ക്ലോസ് ചെയ്തത്. അതിനുശേഷവും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ടൈം ഡിലേ ആയതുകൊണ്ട് 30 കോടി 50 ലക്ഷത്തോളം ആയി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം പൈസ ട്രസ്റ്റിൻ്റെ കീഴിൽ പൈസ സ്വീകരിക്കുന്നതല്ല, പൈസ ഇപ്പം കൊണ്ടുവരുന്നവരോടൊക്കെ അവർ തിരിച്ചു കൊണ്ടുപോകാനാട്ടോ പറയുന്നത്. അതുകൂടാതെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നവർക്ക് കൊടുക്കാം, അത് ട്രസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉമ്മൻ്റെ കയ്യിൽ കൊടുക്കുന്നവർക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കാം, അല്ലാതെ ട്രസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മയുടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ അതിൽ പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ പൈസ ഇനി പിരിപ്പിച്ച ആൾക്കാർ കയ്യിലുണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അവരുടെ നാട്ടിൽ തന്നെ എവിടുന്നാണ് പിരിപ്പിച്ചത്, ഇതുപോലുള്ള എന്തെങ്കിലും നല്ല കാര്യത്തിന് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ കമ്മിറ്റിക്കാർ പറയുന്നത്. ഇവർക്ക് ഇനി പൈസ 3.5 കോടിയോളം രൂപ ഇവർക്ക് ഉറപ്പായിട്ട് ഇവരെ എത്തുന്നുള്ളതുണ്ട്, ഓൺ ദ വേയിലുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ വെറുതെ ഇനി ബാങ്ക് ഇനിയും ഒരു മണിക്കൂറൊക്കെ പെട്ടെന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോവും, അത് വലിയ പ്രശ്നമാകും. ട്രസ്റ്റിൽ 34 കോടിയുടെ കാര്യം പറഞ്ഞിട്ടാട്ടോ ഇവർ ഈ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പം അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സർക്കാരിലേക്കാണ് പൈസ പോവുക, സർക്കാർ കണ്ടു കിട്ടും. അപ്പോൾ 34 കോടിയിൽ കൂടിയാൽ അത് പ്രശ്നമല്ല. ആ പൈസ പിന്നെ അതിൽ ഉപകാരം ഉണ്ടാവില്ല. പാവപ്പെട്ടവർക്ക് 100-50 ആയിട്ട് പിരിപ്പിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവർ നേരത്തെ ഫണ്ട് ക്ലോസ് ചെയ്തത്. ഇനി അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരുപാട് ഉമ്മ ആ റൂമിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആ റൂമിൽ പോയി കണ്ടു, ഒരു സെൽഫി ഒക്കെ എടുത്തു ഉമ്മയുടെ അടുത്ത് പോയിട്ട്. സംസാരിക്കാൻ ഉമ്മ അങ്ങനെ സംസാരിച്ച് കുഴഞ്ഞു പോയിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കേട്ടതേ, ഉമ്മ എല്ലാവരോടും നന്ദിയാട്ടോ പറയുന്നത്. ഇവിടെ റോഡൊക്കെ ബ്ലോക്കാണ്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. ഒരുപാട് ചാനലുകാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാവരും ഉണ്ട്. ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടെ നേരിട്ടൊന്ന് അറിയാൻ വേണ്ടി, എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ അടുത്താട്ടോ ഇവരുടെ വീട് കിടക്കുന്നത്. കോടമ്പുഴ ഫറൂഖ് പേട്ടയിൽ നിന്ന് പരുത്തിപ്പാറ വരുന്ന വഴി, അതിൻ്റെ ഒരു നടുക്കായിട്ട് വരും കോടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഗവൺമെൻറ് മുഖേനയാണ്, ബാങ്ക് മുഖേനയാണ് ഇതൊക്കെ നടത്തുക. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും, കുറച്ച് ദിവസങ്ങൾ പിടിക്കുന്നതാണ്. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ബാങ്ക് ലീവാണ്. പിന്നെ ഇതുമായിട്ട് സർക്കാരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആ വിധി നടപ്പാക്കുന്ന സ്റ്റേ ആകും. അത് പൈസ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൈസ എത്തിക്കേണ്ട പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അബ്ദുറഹീം ഖാ എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ഈ ഉമ്മക്കും എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും കേട്ടോ. 18 കൊല്ലം ജയിലിൽ കഴിഞ്ഞിട്ട് ഇത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. ജനങ്ങളെല്ലാവരും കൂടി ഏറ്റെടുത്തിട്ട് ഈ വലിയൊരു ഉദ്യമം 34 കോടി ചിന്തിക്കാൻ പറ്റുമോ? വല്ലാത്ത സംഭവം തന്നെ കേട്ടോ. കുളിരിങ്ങനെ വരികയാണ്. നമ്മളെ മലയാളികളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാലേ
എന്തും നടക്കുന്നുള്ളതിൻ്റെ തെളിവാട്ടോ ഈ കാണുന്നതൊക്കെ. അവരോട് നമ്മളും നന്ദി അറിയിക്കട്ടോ. എല്ലാവരും കഴിയുന്ന മാതിരി 10, 50, 100 ഒക്കെ ആയിട്ട് അങ്ങനെ ഫുള്ള് കൊടുത്ത് 34 കോടിയാക്കി. പിന്നെ ഇന്നലെയൊന്നും ആയിട്ടാട്ടോ പെട്ടെന്ന് പൈസ കൂടിയത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ പിരിപ്പിച്ച പൈസകളൊക്കെ ഇവർ ഇന്നലെയും നിന്നൊക്കെ ആയിട്ടാണ് അക്കൗണ്ടിലേക്ക് ഇട്ടത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പൈസ കൂടിയത്. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് പണം കൂടുന്നത് കണ്ടപ്പോൾ ഫണ്ട് ക്ലോസ് ചെയ്തു. എന്തായാലും നമ്മളെ ബോച്ചേനെ കൂടി നമ്മളിതിൽ നന്ദി അറിയിക്കണം കേട്ടോ. നമ്മളെ ബോച്ചയും കൂടി പെട്ടെന്നൊരു ഇറക്കിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു വ്യക്തമായിപ്പോയി വന്നത്. ഇനി പൈസ കൊടുക്കാൻ കൈമലുള്ളവർ എന്തായാലും ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അപ്പം പണം ഇനിയുള്ളത് കൈമ കിട്ടിയ ആൾക്കാരൊക്കെ അവർ സത്യസന്ധന്മാരാണെന്നുണ്ടെങ്കിൽ ആ പള്ളിയിലോ ആ സംഘടനയിലോ ഉള്ള ഏതെങ്കിലും പ്രവൃത്തി ഇതുപോലുള്ള നല്ല പ്രവൃത്തിക്ക് ഉപയോഗിക്കുക. പിന്നെ ഉമ്മയുടെ അടുത്ത് കൊടുക്കണം എന്ന് അത്ര നിർബന്ധമുള്ള ആൾക്കാർ ഉമ്മയുടെ കൈ കൊണ്ടുകൊടുത്താൽ ഉമ്മ വാങ്ങൂട്ടോ. അത് വാങ്ങി വെക്കുന്നുണ്ട്. അതും ഈ ചാരിറ്റി പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധമില്ല, പ്രത്യേകം അറിയിക്കുകയാണ്. അത് ഉമ്മയെ സഹായിക്കാനാണ് ഇവരുടെ വീട്. ഇനി നമ്മുടെ ട്രെയിൻക വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആട്ടാ താമസിക്കാനുള്ളത്. അത് ഇപ്പോൾ വീടിൻ്റെ ശോചനീയാവസ്ഥ കണ്ടില്ലേ, 18 കൊല്ലമായിട്ട് ഒന്നും വൃത്തിയില്ല, ഒക്കെ പൊളിയാനായ അവസ്ഥയിലാട്ടോ. അതൊക്കെ ഒന്ന് നന്നാക്കാനും കുറച്ച് പൈസ ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് ഉമ്മയുടെ കൈ കൊണ്ടു കൊടുക്കുന്നത് അവർ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. ഇവർ വലിയ ടീംസൊന്നുമല്ല. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്നത് ഇവിടെ കൊണ്ടു കൊടുക്കുന്ന എന്തായാലും വാങ്ങി വെക്കുന്നുണ്ട്. അല്ല ഉമ്മക്ക് നോമ്പുണ്ട് കേട്ടോന്ന് പറഞ്ഞാൽ ആ നോമ്പ് നോറ്റാണ്. അപ്പം ബാങ്ക് കൊടുക്കാനായിരിക്കും ഏകദേശം. അപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ ആളുകൾ ഇങ്ങനെ കൂടിയിട്ടേ ഉമ്മക്ക് ഇങ്ങനെ പറഞ്ഞ് ഏകദേശം കഴിഞ്ഞ മട്ടാണ് കേട്ടോ. ഉമ്മദ ലീഗിൻ്റെ മായിനാജിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയും അവിടുന്ന് സംസാരിക്കുന്നതും നമ്മൾ ചോദിക്കേണ്ട ഉമ്മക്കൊരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല കേട്ടോ. നമ്മൾ തൊട്ടടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ചോദിക്കാമെന്നില്ല, വെറുതെ ഇനി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ചാനലിൻ്റെ അതിന് വേണ്ടിയിട്ട് ചോദിക്കാമെന്നൊന്നും ഞാൻ നിന്നില്ല. അപ്പോൾ അവരെ മറ്റുള്ളവർ ചോദിക്കുന്നതൊക്കെ കേട്ടതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അതായത് ഉമ്മ ഇനി എല്ലാവരോടും നന്ദിയായിട്ട് അറിയിക്കുന്നത്, എല്ലാവരോടും നന്ദിയാണ് അറിയിക്കുന്നത്. ഈ പൈസ കൊടുത്ത് സഹായിച്ച എല്ലാവരോടും നന്ദി വീണ്ടും അറിയിക്കാം കേട്ടോ. കരഞ്ഞ് ഉമ്മ ഇപ്പം ഏകദേശം ഒരു പുഞ്ചിരി ഉണ്ട് കേട്ടോ മുഖത്ത്. ഇത്രയും പൈസ എത്തി ഉമ്മ വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സഹായിച്ച എല്ലാവർക്കും ഞാനും എൻ്റെ ചാനലിൻ്റെ വക നന്ദി അറിയിക്കാം കേട്ടോ. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, പൈസ പിരിപ്പിച്ച ആൾക്കാർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതാത് സ്ഥലങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരായിട്ട് അറിയിച്ചിട്ടുള്ളത്. പൈസ ഒരുപാട് വന്ന ആൾക്കാരൊക്കെ അവർ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ ഉദ്യമത്തിൽ പങ്കാളിയായ എല്ലാ മലയാളികൾ കൂടാതെ മറ്റുള്ള ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. വീഡിയോകൾ പല വഴിക്ക് പോയിട്ടുണ്ട്. ഹിന്ദിയിലുള്ള വീഡിയോ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല ഭാഗത്തുനിന്ന് ആൾക്കാർ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ആ പൈസൻ്റെ കാര്യത്തിലല്ല കേട്ടോ, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവർക്ക് ചെയ്താടിട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.